എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. പാലും മുട്ടയും പഞ്ചസാരയും കൊണ്ട് തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇതിന് ഫ്ലോട്ടിംഗ് ഐലൻഡ് എന്നാണ് പറയുന്നത്. ഇതൊരു ഫ്രഞ്ച് ഡെസേർട്ടാണ്. പേര് കേൾക്കുന്ന പോലെ അത്ര വലിയ പാടൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെയാണ് ഈ ഫ്ലോട്ടിംഗ് ഐലൻഡ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ അത് നേരത്തെ തന്നെ എടുത്തു വെച്ച് തണുപ്പ് പൂർണ്ണമായിട്ടും മാറ്റിയെടുത്ത് മുട്ട വേണം ഈ ഡെസേർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുക്കേണ്ടത്. ആദ്യം തന്നെ ഈ മുട്ടയുടെ മഞ്ഞക്കരുവും വെള്ളയും ഒന്ന് മാറ്റി സെപ്പറേറ്റ് ആക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി മുട്ടയിൽ നിന്ന് മുട്ടയുടെ മഞ്ഞയും മുട്ട വെള്ളയും ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ മുട്ടയുടെ വെള്ളയും അതുപോലെ യോക്കും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി മുട്ടയുടെ വെള്ള ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് ഒരു ഇലക്ട്രിക് ബീറ്റർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയുടെ വെള്ള നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓരോ ടേബിൾ സ്പൂൺ വീതം ഇടവിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് പതപ്പിച്ചെടുക്കാം. ഇപ്പോൾ പഞ്ചസാര ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലൊരു ഫ്ലഫി ഫോം ആവുന്നിടം വരെ, നല്ല കട്ടിയായിട്ട് വരുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എഗ് വൈറ്റ് പഞ്ചസാരയും കൂടെ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ല ഒരു സ്റ്റിഫി ഫോമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നല്ല കട്ടി, നമ്മളിപ്പോൾ ഈ പാത്രം തിരിച്ചു നോക്കുമ്പോൾ ഇത് താഴെ വീഴില്ല. ഇതേപോലെയാണ് നമുക്ക് മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്ത് ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞ് പിന്നെ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 2.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. 250 ml കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആ ഒരു കപ്പിന് 2.5 കപ്പ് പാലൊഴിച്ച് കൊടുത്ത് ചെറിയ തീയിൽ ഈ പാലൊന്ന് ചൂടാക്കി എടുക്കണം. ഇതൊരു കാരണവശാലും തിളയ്ക്കാൻ പാടില്ല. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ പാല് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കേണ്ടത്. ഈ പാലിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഡെസേർട്ടിന് നല്ല ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ മുട്ടയുടെ ആ സ്മെല്ല് മാറി കിട്ടുകയും ചെയ്യും നമ്മൾ ഈ വാനില എസൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനിയും പാല് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. തിളച്ചു പോകാൻ പാടില്ല. നന്നായി ഒന്ന് ചൂടായാൽ മതിയാകും. ഇപ്പോൾ പാല് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് മിക്സ് നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം സ്കൂപ്പ് ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് കുറേശ്ശെ ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അത് വെച്ച് ഈ മിക്സ് ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മിക്സ് ഐസ്ക്രീം സ്കൂപ്പ് വെച്ചിട്ട് ഇതിലേക്ക് പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സ്പൂണ് വെച്ചിട്ട് എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ബാക്കിയുള്ള മിക്സ് ഞാൻ സ്പൂണ് കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുവേണ്ടി ഒരുപോലെയുള്ള 2 സ്പൂണുകൾ എടുത്തിട്ടുണ്ട്. ഈ സ്പൂണ് കൊണ്ട് നമ്മൾ എഗ് വൈറ്റ് മിക്സ് ഒരു സ്പൂൺ ഒന്ന് കോരിയെടുത്ത് ഈ അടുത്ത സ്പൂണ് കൊണ്ടൊന്ന് ഫോൾഡ് ചെയ്തൊന്ന് എടുക്കണം. അപ്പോൾ ഈ 2 സ്പൂണ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നോർമലി നമ്മൾ സ്പൂണ് കൊണ്ട് അല്ലാതെ വലിയൊരു സ്പൂൺ കൊണ്ട് കോരി വെച്ചാലും മതിയാവും. ഇപ്പോൾ ടോട്ടൽ 6 എഗ് വൈറ്റ് ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇപ്പോൾ ഇത്രയും നേരം ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഇത് പൊട്ടിപ്പോകാതെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ എഗ് ബോൾസ് എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 മിനിറ്റ് കൂടി ഇതുപോലെ തന്നെ ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേക്ക് ഇതൊന്ന് നല്ലൊരു കട്ടിയായിട്ട് വരും. സോഫ്റ്റാണ്, നല്ല കുറച്ചൊന്ന് ഹാർഡായിട്ട് വരും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂണ് കൊണ്ടോ സ്പാച്ചില വെച്ചിട്ടോ ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം.
ഇപ്പോൾ ഞാൻ എല്ലാ എഗ് ബോൾസും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ള എഗ് വൈറ്റും ഇതുപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് കോരി ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ഈ പാലിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ രണ്ടാമതിട്ട എഗ് ബോൾസും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ എഗ് വൈറ്റ് ബോൾസ് ഇനി തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയി. ഇപ്പോൾ മുട്ടയുടെ യോക്കും പഞ്ചസാരയും വാനില എസൻസും കൂടെ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എഗ് വൈറ്റ് വേവിച്ചെടുത്ത പാലിലേക്ക് ഈ മിക്സ് ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാനിലേക്ക് ഒന്ന് അരിച്ചെടുക്കണം. ഈ കട്ട പോലെ പാലിൻ്റെ പാടയും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത്. ഇനി ഇത് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പാലും എഗ് യോക്ക് മിക്സും കൂടെ ചൂടാക്കി എടുക്കാൻ വേണ്ടി. ഇത് വളരെ പെട്ടെന്ന് തന്നെ കുറുകി വരുന്നതാണ്. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചൂടാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം. ഒരുപാട് കുറുകി പോകണ്ട, അത് പെട്ടെന്ന് കട്ടിയായി പോവും. ഇപ്പോൾ ഈ പാല് നന്നായി ചൂടായി വന്നിട്ട് ചെറുതായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ മിക്സ് തണുക്കുമ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ വേണ്ടി വരും. ഇത് ചെറുതായിട്ടൊന്ന് സെറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തണുപ്പോടെ കൂടി കഴിക്കുമ്പോഴാണ് ഡെസേർട്ടിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം, 1 ടീസ്പൂൺ നാരങ്ങാനീര്. ഇപ്പോൾ നാരങ്ങാനീര് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കാം. ഒരുപാടൊന്ന് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ ഇത് ഓഫ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് ഈ പാനിൽ തന്നെ ഇരുന്ന് ഇത് നന്നായി ഇത് കുറുകി വരും. ഞാനിപ്പോൾ ഒരു അലൂമിനിയം ഫോയിലിലേക്ക് ഈ നമ്മൾ കാരമലൈസ് ചെയ്തെടുത്ത് ഷുഗർ സിറപ്പ് ഒന്ന് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു സെർവിങ് പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് യോക്ക് കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് എഗ് വൈറ്റ് ബോൾസ് 1 2 ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ എഗ് വൈറ്റ് ബോൾസ് നമ്മൾ വേവിച്ചെടുത്തതിന് മിറാങ് എന്നാണ് പറയുന്നത്. കസ്റ്റേർഡിലേക്ക് ഈ മിറാങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നമ്മൾ കാരമലൈസ് ചെയ്ത ഷുഗർ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചൂടോടുകൂടിയും അതുപോലെ തന്നെ തണുപ്പിച്ചും നമുക്ക് കഴിക്കാവുന്നതാണ്. ഇതിനുള്ളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കും. അതുകൊണ്ടാണ് ഇതിന് ഫ്ലോട്ടിംഗ് ഐലൻഡ് എന്ന് ഈ ഡെസേർട്ടിന് പേരിട്ടിരിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഈ ഡെസേർട്ട് നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ബാക്കിയുണ്ടായിരുന്ന ഷുഗർ സിറപ്പ് ഞാൻ മിറാങ്ങിന് മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് എങ്ങനെ വേണോ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പാലും മുട്ടയും പഞ്ചസാരയൊക്കെ എല്ലാവരുടെയും വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.